ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ക്രിട്ടിക്കൽ ടെക് ഗോ ചാർട്ടിംഗ് പവർഡ് ബൈ മല്ലോ മാർക്കറ്റ് പ്രൊഫൈൽ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ നിഫ്റ്റി ഈ ട്രംപിന്റെ എഫക്റ്റ് ഒക്കെ ഒന്നും വർക്ക് ആവാതൊക്കെ ഉച്ച വരെ പിടിച്ച് നിൽക്കുകയായിരുന്നു. നമ്മുടെ ലെവല് പ്രകാരം നിങ്ങൾ നോക്കിയാൽ അറിയാം, 380 മുകളിൽ ബുള്ളിഷും 270 സ്പോട്ടിന് താഴെ നമുക്ക് ബെയറിഷും ആയിരുന്നു. നിഫ്റ്റി നിങ്ങൾ നോക്കിയാൽ എങ്ങനെ, നിഫ്റ്റി ഇന്ന് കൃത്യമായി പറയുകയാണെങ്കിൽ ആ 270 പൊട്ടി അവൻ താഴേക്ക് ഇറങ്ങി. നമ്മുടെ നിഫ്റ്റി കൃത്യമായി പൊട്ടി ഫസ്റ്റ് ടാർഗറ്റ് ആയി 220 ഭാഗത്തേക്ക് വന്നു. അതിനുശേഷം സെക്കൻഡ് ടാർഗറ്റായ 172 ഭാഗത്തേക്ക് വന്നു. ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ നിഫ്റ്റി ഓൾമോസ്റ്റ് 151 വരെ വന്നു. അതായത് നമ്മളെ ലെവൽ ട്രേഡിംഗ് പ്രകാരം ഇതിൽ കാണിച്ചിരിക്കുന്ന ലെവൽസ് പഴയത് കിടക്കണം. കാരണം ഒരു പ്രാവശ്യം കൊടുക്കുമ്പോൾ സേവ് കൊടുത്തതിന് ശേഷം മാറാതെന്നാണ്. സോ ആ ലെവലുകളെല്ലാം പൊട്ടി നിഫ്റ്റി നമ്മുടെ ബെയറിഷ് റഫറൻസ് ഒക്കെ പൊട്ടി താഴേക്ക് ഇറങ്ങി ഫസ്റ്റ് ടാർഗറ്റും സെക്കൻഡ് ടാർഗറ്റും തന്ന ദിവസമായിരുന്നു. അതേപോലെ നിങ്ങൾ നോക്കിയാൽ അറിയാൻ പറ്റും, ബാങ്ക് നിഫ്റ്റി നോക്കിയാലും ബാങ്ക് നിഫ്റ്റി ഓൾമോസ്റ്റ് നമ്മുടെ ലെവലൊക്കെ പൊട്ടി. ബാങ്ക് നിഫ്റ്റിയും അതേപോലെ നമുക്ക് കൃത്യമായിട്ട് പറഞ്ഞാൽ ഫസ്റ്റ് ടാർഗറ്റും സെക്കൻഡ് ടാർഗറ്റും ബാങ്ക് നിഫ്റ്റിയുടെ ലോ വന്ന് 55,215 വരെ വന്നു. നമ്മുടെ ലെവൽ ട്രേഡിംഗ് പ്രകാരം 55,295 ആണ് ബാങ്ക് നിഫ്റ്റിയുടെ ഒരു സ്പോട്ട് വന്നിരിക്കുന്നത്. പക്ഷെ അവൻ വലിയൊരു ഇറക്കമൊന്നും ഉണ്ടായിട്ടില്ല. ഫസ്റ്റ് ടാർഗറ്റ് അടുപ്പിച്ചൊക്കെ ബെയറിഷ് റഫറൻസ് പൊട്ടി ഫസ്റ്റ് ടാർഗറ്റിന്റെ അവിടം വരെയൊക്കെ വരുമെന്നൊക്കെ പ്രതീക്ഷിച്ച് നിൽക്കുകയാണ് ബാങ്ക് നിഫ്റ്റി വന്നത്. പിന്നെ മിഡ് ക്യാപ്പ് നിഫ്റ്റി നിങ്ങൾ നോക്കാം, മിഡ് ക്യാപ്പ് നിഫ്റ്റി നോക്കിയാൽ മിഡ് ക്യാപ്പ് നിഫ്റ്റിയിലും ആ ഒരു മൂവ്മെന്റ് ഒന്നും മിഡ് ക്യാപ്പ് നിഫ്റ്റി തന്നിട്ടില്ല. മിഡ് ക്യാപ്പ് നിഫ്റ്റി താഴേക്ക് ഇറങ്ങുമെന്ന് പ്രതീക്ഷിച്ചു, അവ ഇറങ്ങി. മിഡ് ക്യാപ്പ് നിഫ്റ്റി 207, നമ്മളെ സംബന്ധിച്ച് മിഡ് ക്യാപ്പ് നിഫ്റ്റിയുടെ ഒരു ബെയറിഷ് റഫറൻസ് എന്ന് പറയുമ്പം 13,196 താഴെയാണ് ബെയറിഷ് വന്നിരിക്കുന്നത്. മിഡ് ക്യാപ്പ് നിങ്ങൾ നോക്കിയാൽ അറിയാം പൊട്ടി 13,62 വരെ ലോ വന്നു. നമ്മുടെ ബെയറിഷ് റഫറൻസ് പ്രകാരം 13,196 താഴെ ഫസ്റ്റ് ടാർഗറ്റ് സെക്കൻഡ് ടാർഗറ്റ് ഓൾമോസ്റ്റ് തേർഡ് ടാർഗറ്റിന്റെ അവിടേക്ക് വന്നിറങ്ങിയ ഒരു ദിവസമായിരുന്നു. ചുരുക്കി പറഞ്ഞാൽ നമുക്ക് റഫറൻസ് ലെവൽ നിഫ്റ്റിയിലും മിഡ് ക്യാപ്പിലും കൃത്യമായിട്ട് വർക്ക് ചെയ്ത് അത് താഴേക്ക് വന്ന് ഇറങ്ങി വന്നൊരു ദിവസവും കൂടായിരുന്നു നമ്മൾ കടന്നു പോയത്. നമുക്ക് നിഫ്റ്റി നോക്കണം, നമ്മൾ മിഡ് ക്യാപ്പിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ മിഡ് ക്യാപ്പ് നോക്കിക്കഴിഞ്ഞാൽ ഒരു നോർമൽ വേരിയേഷൻ ഡൗൺ ഡേ ആണ്. POCക്ക് എമർജ് ചെയ്യാൻ പറ്റില്ല. കെ പീരീഡിലാണ് മാർക്കറ്റ് അടിച്ച് താഴേക്ക് ഇറങ്ങുക. POCക്ക് എമർജ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് POC എമർജ് ചെയ്ത് താഴേക്ക് വരാൻ പറ്റിയിട്ടില്ല. 13,190 അവിടെയാണ് നമ്മുടെ POC നിൽക്കുന്നത്. അപ്പോൾ ഞാൻ അന്ന് ആ POC ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചിരിക്കാം. 13,190 അവിടെയാണ് നമ്മുടെ POC നിൽക്കുന്നത്. മിഡ് ക്യാപ്പിന്റെ 13,190 ഭാഗത്താണ് POC നിൽക്കുക. 13,190 ആണ് മിഡ് ക്യാപ്പിന്റെ POC വരുന്നത്. ഞാൻ ഡെയിലി ഈ ചാർട്ടൊക്കെ സേവ് ചെയ്യുന്നത് ഇങ്ങനെ വരുന്ന സമയത്ത് മിസ്സായി പോയി കഴിഞ്ഞാൽ നോക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ്. ഇനി ഫ്രഷ് ബൈ എന്ന് പറയും മിഡ് ക്യാപ്പിനെ സംബന്ധിച്ച് പറഞ്ഞാൽ 13,223 മുകളിൽ മാത്രമേ ഞാൻ ഒരു ബൈയെ കുറിച്ച് നിൽക്കുന്നു. അത്രയാണ് 13,223 മുകളിൽ മാത്രമേ മിഡ് ക്യാപ്പിന് ഒരു ഫ്രഷ് ഒരു ബൈയെ കുറിച്ച് ചിന്തിച്ചാൽ മതി. 13,223 മുകളിൽ മാത്രമേ ബൈ ഉള്ളൂ. ഇനി സെല്ലിംഗ് എന്ന് പറഞ്ഞാൽ, ഇനി കൃത്യമായി പറഞ്ഞാൽ 13,060 താഴെ സസ്റ്റെയിൻ ചെയ്യുന്നെങ്കിൽ മാത്രമേ ഞാൻ ഒരു സെല്ലിംഗ് എടുക്കുള്ളൂ. പഴയ ബെയറിഷ് റഫറൻസ് ഇപ്പം കൃത്യമായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. 13,060 താഴെ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ മിഡ് ക്യാപ്പിന് ഒരു സെല്ലിംഗ് എടുക്കാം. അപ്പം ബുള്ളിഷായി ബെയറിഷായി. ഇനി 13,060 താഴെ നിൽക്കുമ്പോൾ നമുക്ക് എങ്ങോട്ട് പോകും? ഫസ്റ്റ് ടാർഗറ്റ് ഈ POC 11 സെപ്റ്റംബറിന്റെ POC ആയ 13,026 ഭാഗത്തേക്ക് പോകും. സോ ഫസ്റ്റ് ടാർഗറ്റ് 13,026 വളരെ അടുത്താണ്, വളരെ അടുത്തുള്ള ടാർഗറ്റ് 13,026 ഭാഗത്തേക്ക് വരാം. ഫസ്റ്റ് ടാർഗറ്റ് അവിടെ ആയിരിക്കും. സെക്കൻഡ് ടാർഗറ്റ് എന്ന് പറയുമ്പോൾ അതിനുശേഷം വരുന്ന കൃത്യമായി പറഞ്ഞ ഈ ലോ ആയ 12,965 12,965 ഭാഗത്ത് 12,965 ഭാഗത്തേക്ക് വരാനും. തേർഡ് ടാർഗറ്റ് എന്ന് പറയുമ്പോൾ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ എന്നെ സംബന്ധിച്ച് ഈ ഒരു ഗ്യാപ്പായ 12,919 ഭാഗത്തേക്ക് വരാം. അങ്ങനെയാണെങ്കിൽ തിരിച്ച് ഗ്യാപ്പ് ഫില്ല് ചെയ്യാനുള്ള ചാൻസും കുറച്ച് കൂടുതലാണ്. 12,919 ഭാഗത്തേക്ക് വരാം ചുരുക്കി പറഞ്ഞാൽ. സോ 13,060 പൊട്ടിയാണെങ്കിൽ 13,026, 12,965, 12,919 ഭാഗത്തേക്ക് പോവാം. ഇനി 13,223 മുകളിൽ മാത്രമേ മിഡ് ക്യാപ്പിൽ ഒരു ബൈയെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചാൽ മതി. സോ 13,223 മുകളിൽ മാത്രമേ ഒരു ബൈയെ കുറിച്ചുള്ളൂ. സോ അങ്ങനെയാണെങ്കിൽ അവർ ഇങ്ങോട്ട് പോകും. ഫസ്റ്റ് ടാർഗറ്റ് കൃത്യമായി പറഞ്ഞ 13,261 ഭാഗത്തേക്ക് പോകും. 13,261 ഭാഗത്ത് 260 13,260 ഭാഗത്തേക്ക് പോകാനും. സെക്കൻഡ് ടാർഗറ്റ് 13,260 ഫസ്റ്റ് ടാർഗറ്റ്. സെക്കൻഡ് ടാർഗറ്റ് എന്ന് പറയുമ്പോൾ 13,000, ആ ബിഗ് നമ്പർ, റൗണ്ട് നമ്പർ 13,000 ഭാഗത്ത് 13,300 ഭാഗത്തേക്ക്. R2 എന്ന് പറയുന്നത് 13,300 ഭാഗത്തേക്ക് വരാനും. R3 എന്ന് പറഞ്ഞാൽ 13,350. ഞാൻ പറഞ്ഞ പഴയ നേരത്തെ ഒരു ബിഗ്ഗസ്റ്റ് സെല്ലിംഗ് ലെവലാണ് 13,350
50ന്റെ ഭാഗത്തേക്ക് വരാം. ചുരുക്കി പറഞ്ഞാൽ ഇതായിരിക്കും മിഡ് ക്യാപ്പിനെ സംബന്ധിച്ചുള്ള അപ്പർ സൈഡിലുള്ള ഒരു റെഫറൻസ് ലെവലുകൾ. അപ്പോൾ ലോവർ സൈഡ് റെഫറൻസ് ലെവലുമായി അപ്പർ സൈഡ് റെഫറൻസ് ലെവലായി കൃത്യമായിട്ട് മാർക്ക് ചെയ്യുക, ലെവൽ ട്രേഡിംഗ് ഉപയോഗിച്ച് ട്രേഡ് ചെയ്യാൻ ശ്രമിക്കുക. ഇനി നമുക്ക് നോക്കേണ്ട ബാങ്ക് നിഫ്റ്റി. ബാങ്ക് നിഫ്റ്റി കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി ഒരു ന്യൂട്രൽ സ്ട്രീം ഡൗൺ ആണ്. ഇന്നത്തെ മുകളിലത്തെ ഭാഗം എഫ് എ ആണ്. ഓൾമോസ്റ്റ് എഫ് എ ടാർഗറ്റ് ഒക്കെ കൃത്യമായിട്ട് ഹിറ്റായിട്ടുണ്ട്. സോ പി ഒ സി നിൽക്കുന്ന 55,547ന്റെ ഭാഗത്താണ് പി ഒ സി 55,547ന്റെ ഭാഗത്താണ് പി ഒ സി വന്നിരിക്കുന്നത്. ഇനി ഫ്രഷ് ബൈ എന്ന് പറഞ്ഞാൽ 55,645ന്റെ ഭാഗത്ത് മാത്രമേ നിങ്ങൾക്ക് ഇനി ബൈയെ കുറിച്ച് ഇന്നത്തെ ഹൈക്ക് മുകളിൽ മാത്രമേ ഞാൻ ഇനി ബൈയെ കുറിച്ച് 55,645ന്റെ ഭാഗത്ത് മാത്രമേ ഞാനൊരു ബൈയെ കുറിച്ച് ചിന്തിക്കുന്നുള്ളൂ. ഇന്നത്തെ ഹൈ എന്ന് പറയുമ്പോൾ ഇന്നത്തെ മൺഡേയുടെ ഹൈ ആണ്. ഇപ്പൊ 55,665 അല്ല 670ന്റെ മുകളിൽ 670ക്ക് മുകളിൽ മാത്രമേ 55,670ന് മുകളിൽ മാത്രമേ ഞാൻ ഒരു ബൈയെ കുറിച്ച് ചിന്തിക്കുന്നുള്ളൂ. ഇനി അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ടാർഗറ്റ് കൃത്യമായി പറഞ്ഞാൽ 55,831ന്റെ ഭാഗത്തേക്ക് വരാം. 6 എന്ന് പറയുമ്പോൾ 55,831 ഇന്നലത്തെ ഒരു ഹൈയുടെ ഭാഗത്തേക്ക് പോവാം ഫസ്റ്റ്. സെക്കൻഡ് ടാർഗറ്റ് എന്ന് പറയുമ്പോൾ 56,000ന്റെ ഭാഗത്തേക്ക് 56,000ന്റെ ഭാഗത്തേക്ക് വരാനും എനിക്ക് പഴയ ലെവൽ കാണാതെ അറിയാം കേട്ടോ. അതിന് മുകളിൽ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ 56,172ന്റെ ഭാഗത്തെ 56,172ന്റെ ഭാഗത്തേക്ക് വരാം. ഇതാണ് ബാങ്ക് നിഫ്റ്റിയെ കുറിച്ചുള്ള കൃത്യമായ ലെവൽ. സോ 55 ഇന്ന് എഫ് എ വന്ന ദിവസമാണ് ബാങ്ക് നിഫ്റ്റി. എഫ് എ ടാർഗറ്റ് ഓൾമോസ്റ്റ് മീറ്റായി. ഇന്നത്തെ ലോയ്ക്ക് താഴെ 55,200 താഴെ മാത്രമേ ഇനി ഫ്രഷ് സെല്ലിങ്ങൾ. എത്രയാണ് ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് ഫസ്റ്റ് സെല്ലിംഗ് 55,200 താഴെ മാത്രമേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ടാർഗറ്റ് 55,146ന്റെ ഭാഗത്തേക്ക് 55,046 ആണ് ഫസ്റ്റ് ടാർഗറ്റ് വരുന്നത്. സെക്കൻഡ് ടാർഗറ്റ് 54,925 54,925യുടെ ഭാഗത്തേക്ക് വരാനും തേർഡ് ടാർഗറ്റ് 54,789 പഴയ ഒരു പി ഒ സി ആണ് 54,789ന്റെ ഭാഗത്തേക്കും വരാൻ. ഇതാണ് ബാങ്ക് നിഫ്റ്റിയുടെ ഡൗൺ സൈഡും ലോവർ സൈഡും റെഫറൻസ് ലെവലുകൾ കൃത്യമായിട്ട് മാർക്ക് ചെയ്യുക. റെഫറൻസ് ലെവൽ ട്രേഡ് ചെയ്യാൻ വേണ്ടി മാക്സിമം ഉപയോഗിക്കുക. ഇനി അടുത്തത് നമ്മുടെ നിഫ്റ്റിയെ കുറിച്ച് പറയുകയാണെങ്കിൽ അങ്ങനെയുള്ള വലിയൊരു നിഫ്റ്റി ട്രേഡ് ഒന്നും നമുക്ക് റെഫറൻസ് ലെവൽ സപ്പോർട്ട് ചെയ്യുമ്പോൾ താഴേക്ക് വന്നു. നിഫ്റ്റിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നിഫ്റ്റി ഒരു നോർമൽ വേരിയേഷൻ ഡൗൺ ഡേ ആണ്. പി ഒ സി നിൽക്കുന്ന 25,097ന്റെ ഭാഗത്താണ് പി ഒ സി. സോ ഞാൻ ആദ്യം ഒന്ന് പി ഒ സി ഒന്ന് മാർക്ക് ചെയ്ത് വെക്കാം. നിഫ്റ്റിയെ സംബന്ധിച്ച് ആ പി ഒ സി ഒന്ന് മാർക്ക് ചെയ്ത് വെക്കാം. 25,297ന്റെ ഭാഗത്തേക്കാണ് പി ഒ സി 25,297 ആണ് പി ഒ സി. ഞാൻ ആ പി ഒ സി ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചു. ഇനി ഫ്രഷ് സെൽ എന്ന് പറഞ്ഞാൽ 25,132 താഴെ മാത്രമേ ഇനി ഒരു ഫ്രഷ് സെല്ലുള്ളൂ. ഇന്നത്തെ ബുള്ളിഷ് റെഫറൻസ് നോക്കണം. 25,132 താഴെ മാത്രം 25,132 താഴെ മാത്രമേ ഒരു ഫ്രഷ് സെല്ലിംഗ് ഉള്ളൂ. ഇനി ഫ്രഷ് ബൈയിങ് എന്ന് പറയുമ്പോൾ 25,328 മുകളിൽ മാത്രമേ ബൈ ഉള്ളൂ. 25,328 മുകളിൽ മാത്രമേ ഈ ഒരു ബൈയെ കുറിച്ച് ചിന്തിക്കാറുള്ളൂ. സോ 25,132 സെല്ലിംഗ് ഉണ്ടെങ്കിൽ ഫസ്റ്റ് ടാർഗറ്റ് 25,084ന്റെ ഭാഗത്തേക്ക് വരാം. 25,084 നിഫ്റ്റിയെ സംബന്ധിച്ചുള്ള ഫസ്റ്റ് ടാർഗറ്റ്. അത് മാർക്ക് ചെയ്യുക. അതിന് താഴെ നിൽക്കുമ്പോൾ 25,045യുടെ ഭാഗത്തേക്ക് വരാം. 25,040ന്റെ ഭാഗത്തേക്ക് 25,040യുടെ ഭാഗത്തേക്ക് വരാനും S3 എന്ന് പറയുമ്പോൾ 24,987 ഈ 11 സെപ്റ്റംബറിന്റെ പി ഒ സി ആയ 24,989ന്റെ ഭാഗത്തേക്ക് വരാനുള്ള ചാൻസ് നിഫ്റ്റിയെ സംബന്ധിച്ച് വളരെയധികം കൂടുതലാണ്. ഇതാണ് നിഫ്റ്റിയുടെ ലെവൽ. ഇനി നമുക്ക് നോക്കേണ്ടത് അപ്പർ സൈഡ്. ഇപ്പൊ ബുള്ളിഷ് റെഫറൻസ് പറഞ്ഞു 25,328 മുകളിൽ മാത്രമേ ബൈ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ടാർഗറ്റ് എത്രയാണ് കൃത്യമായി പറഞ്ഞാൽ 25,366 എത്രയാണ് 25,366 ആണ് ഫസ്റ്റ് ടാർഗറ്റ്. 25,366 ആണ് ഫസ്റ്റ് ടാർഗറ്റ് വരുന്നത്. അതിന് മുകളിൽ 424 25,424ന്റെ ഭാഗത്തേക്ക് വരാം. 25,424ന്റെ ഭാഗത്തേക്ക് വരാം. അതിന് മുകളിൽ നിൽക്കുകയാണെങ്കിൽ 25,500ന്റെ ഭാഗത്തേക്ക്. R3 എന്ന് പറയുമ്പോൾ 25,500ന്റെ ഭാഗത്തേക്ക് മറിച്ച്. ചുരുക്കി പറഞ്ഞാൽ 328 മുകളിൽ മാത്രമേ ഒരു ബൈയെ കുറിച്ച് ചിന്തിച്ചാൽ ആ ലെവൽസ് വ്യക്തമായിട്ട് മാർക്ക് ചെയ്യുന്നു. ആ ലെവലിന്റെ ഭാഗത്തേക്ക് ട്രേഡ് ചെയ്യാൻ വേണ്ടി മാക്സിമം ശ്രമിക്കുക. സോ എല്ലാവരും ലെവൽ വെച്ച് വ്യക്തമായി ട്രേഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. വലിയ രീതിയിലുള്ള ട്രേഡ്സോ പൊസിഷൻ സൈസിങ്ങോ ബിൽഡ് ചെയ്യാൻ പാടില്ല. ഞാൻ കാരണം പറഞ്ഞായിരുന്നു. ആ കാരണങ്ങളൊക്കെ മനസ്സിൽ ഓർത്ത് വെച്ചേക്കുക. പിന്നെ ഈ സമയത്ത് പഠിക്കാൻ വേണ്ടി മാക്സിമം സ്പെൻഡ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ മെന്ററിംഗ് ബാച്ചിൽ ജോയിൻ ചെയ്യുക.
സോ അതിനെക്കുറിച്ച് ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ ഈ വാട്സപ്പിൽ തന്നെ കാണുന്ന നമ്പറിൽ വാട്സപ്പിൽ ബന്ധപ്പെട്ട കൃത്യമായി പറഞ്ഞിരുന്നതാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി തന്നെ പറഞ്ഞുകൊണ്ട് വീഡിയോ സൈൻ ഓഫ് ചെയ്യുന്നു. നിങ്ങളുടെ സ്വന്തം വിഷ്ണുഗുപ്തൻ. ചാനൽ കാണുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ട്രേഡിംഗ് ഫ്രണ്ട്സിന് വീഡിയോ അയച്ചു കൊടുക്കാനും മറക്കാതിരിക്കുക.